പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പത്തനംതിട്ടയിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ NDA മാർത്തോമാ സഭയുടെ പിന്തുണയുണ്ടാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പെന്തക്കോസ് വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ്. ദിവസം ശരാശരി 100-നടുത്ത് പോയിന്റുകളിലാണ് വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥികൾ ഓടിയെത്തുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. തിരുവല്ല യൂത്ത് സെന്ററിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സിൽവാനിയോസ് മെത്രാപ്പൊലിത്തയുമായി അനിൽ ആന്റണി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UDFനും LDFനും എതിരായുള്ള ജനവികാരം കേരളത്തിൽ ശക്തമാണെന്നും BJP അകറ്റി നിർത്താൻ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസും CPIM-ഉം രണ്ടായി നിൽക്കുന്നതെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഇക്കുറി NDAക്കാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. ജനങ്ങൾക്ക് LDFനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. ഇവിടെ 15 കൊല്ലം ഭരിക്കുന്ന MP-ക്കെതിരെ വലിയൊരു ജനവികാരമുണ്ട്. രണ്ടുപേരും NDA മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്നതെന്ന് BJP അകറ്റി നിർത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറയുന്നു BJPയും CPM തമ്മിൽ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെന്ന്. ഇതൊക്കെ വിവരക്കേടാണ്. മാർത്തോമാ സഭയുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി ആന്റണി. ആന്റണി മികച്ച MP ആണെന്ന് നേരത്തെ മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത വ്യക്തമാക്കിയിരുന്നു. പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ പിന്തുണ LDFനാണെന്ന് സ്ഥാനാർത്ഥി തോമസ് ഐസക് അവകാശപ്പെട്ടു. 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാര് പെന്തക്കോസ്റ്റൽ, ദളിത്, ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. ഇവര് സാധാരണ വോട്ടിംഗ് പാറ്റേൺ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൻ്റെത്. നിയമസഭയിൽ LDFനാണ്, ലോക്സഭയിൽ UDFനാണ്. ഇത്തവണ ഈ പാറ്റേൺ മാറും. LDFനായിരിക്കും വോട്ട്. വരും മണിക്കൂറുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരമാവധി വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമത്തിൽ കൂടിയായിരിക്കും സ്ഥാനാർത്ഥികൾ. റിപ്പോർട്ടർ, പത്തനംതിട്ട.